Hey friends, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്ലൈറ്റ് മോഡ് വെച്ചിട്ട് തന്നെ എങ്ങനെ ഇന്റർനെറ്റ് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ നോക്കുന്നതിന് നമ്മൾ ആദ്യം ഫ്ലൈറ്റ് മോഡ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മുകളിൽ കാണാൻ കഴിയും എൻ്റെ ഇപ്പോൾ ഫ്ലൈറ്റ് മോഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ വാട്സപ്പ് നമ്മൾ വല്ല മീറ്റിങ്ങിലോ വല്ല എന്തെങ്കിലും ഒരു ഫംഗ്ഷൻസിലൊക്കെ ഇരിക്കുമ്പോൾ കോൾ വരാതെ നമുക്ക് വാട്സപ്പ് മറ്റുള്ള ഇൻ്റർനെറ്റൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഫ്ലൈറ്റ് മോഡിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എന്ത് തന്നെ കാര്യങ്ങളും നമുക്ക് മറ്റുള്ള കോളുകളെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്ലൈറ്റ് മോഡ് വെച്ചിട്ട് തന്നെ ഇന്റർനെറ്റ് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ യൂസ് ചെയ്യുന്ന കാര്യം എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആ ട്രിക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ ഫ്ലൈറ്റ് മോഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഫ്ലൈറ്റ് മോഡിനെ നമുക്ക് എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഡാറ്റ ഓൺ ആയിരിക്കണം. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഡാറ്റ ഓണായി, ഇപ്പോൾ ഡാറ്റ ഓൺ ആയിട്ടുണ്ടല്ലോ, ഇപ്പോൾ കാണാൻ കഴിയും മുകളിൽ ഡാറ്റ ഓണായി. എന്നതിന് ശേഷം നമുക്ക് വീണ്ടും ഫ്ലൈറ്റ് മോഡ് തന്നെ ആക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ ഫ്ലൈറ്റ് മോഡ് ആയത്. ഓക്കെ, എന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ഡയൽഡ് പാഡ് എടുക്കുക. ഇതിൽ നമുക്ക് അടിക്കേണ്ടതാണ് സ്റ്റാർ ടൈപ്പ് ചെയ്യുക, സ്റ്റാർ ആഷ് 463 #*#. ഓക്കെ, എന്നതിന് ശേഷം ഒരു സ്റ്റാറും കൂടി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ ഈ ഒരു ഓപ്ഷനിലേക്ക് പോകും. ഫോൺ ഇൻഫർമേഷൻ 1, ഫോൺ ഇൻഫർമേഷൻ 2, ബാറ്ററി ഇൻഫോ, ഇതിവിടെ നമുക്ക് ഇതുപോലെ കാണാൻ കഴിയും. ഓക്കെ, എന്നതിന് ശേഷം ഫോൺ ഇൻഫർമേഷൻ 1 എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നതിന് ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ താഴത്ത് നമുക്ക് വന്ന ശേഷം ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഇതുപോലെയുള്ള ഓപ്ഷൻസുകൾ. അപ്പോൾ ഇത്തരത്തിലൊരു പേജ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ടേൺ ഓൺ റേഡിയോ അല്ലെങ്കിൽ മൊബൈൽ റേഡിയോ ഓൺ എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും. അത് നമ്മൾ ഓൺ ആയിട്ട് തന്നെ ഇരിക്കണം. ഇവിടെ എൻ്റെ ഓണാണ്, ഇവിടെ അല്ലെങ്കിൽ ഇവിടെ എനേബിൾ ആവുന്ന ഒരു സ്വിച്ചൊക്കെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അത് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നതിന് ശേഷം നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഇതിവിടെ PP സെൻഡ്, PP അതായത് നമ്മുടെ ഇൻ്റർനെറ്റ് സെൻഡ് ഇവിടെ കാണാൻ കഴിയും. കണ്ടോ? ഓക്കെ, സെൻഡ് റിസീവ്ഡ്. ഓക്കെ, ഇവിടെ നമ്മുടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടോ, നിങ്ങൾക്ക് ഈ മുകളിൽ കാണാൻ കഴിയും ഇപ്പോൾ നെറ്റ് ഓണാണ്. അപ്പോൾ ഞാൻ ബാക്കോട്ട് പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ആവുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ മൊബൈലിൽ കോള് വരാതെ തന്നെ നമുക്ക് ഏത് സോഷ്യൽ മീഡിയയും ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് യൂട്യൂബ് ഓപ്പൺ ആയി കാണിച്ചു തരികയാണ്. യൂട്യൂബിൽ നമുക്ക് ഏത് വീഡിയോ വേണമെങ്കിലും ഓപ്പൺ ആയിട്ട് നമുക്ക് ഇതുപോലെ നോക്കാം. ഞാനിപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓണാവുണ്ടോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ നമുക്ക് വീഡിയോസ് എല്ലാം കറക്റ്റായിട്ട് ഏത് വീഡിയോസ് വേണമെങ്കിലും നമുക്ക് നോക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. അതായത് ഫ്ലൈറ്റ് മോഡ് ഇപ്പോൾ നമ്മുടെ കണ്ടോ ഫ്ലൈറ്റ് മോഡിൽ തന്നെയാണ്. അതുപോലെ മുകളിൽ ഇതുമില്ല നെറ്റ്വർക്കിങ്ങിൻ്റെ ഓപ്ഷൻ. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ ഏറ്റവും കൂടുതൽ പ്രയോജനകരമാകുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് യൂട്യൂബ് വീഡിയോയിൽ ലൈവൊക്കെ വരാമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള കോളുകൾ വരുമോ എന്നുള്ള പേടിച്ചൊന്നും ഇരിക്കേണ്ട കാര്യമില്ല. നമുക്ക് അത്തരത്തിൽ യൂട്യൂബ് വീഡിയോയിൽ ലൈവ് എല്ലാം വരാൻ ഈ ഒരു രീതി ഉപയോഗിച്ച് നമുക്ക് ലൈവ് വരാവുന്നതാണ്. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഇൻ്റർനെറ്റും ഓണാണ്, അതുപോലെ നമുക്ക് ലൈവും പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ ലൈവിലെല്ലാം വന്ന് നമുക്ക് യൂട്യൂബ് വീഡിയോ ഒന്നും കൂടി കൂടുതൽ മറ്റുള്ള സുഹൃത്തുക്കളായിട്ട് നമുക്ക് സംസാരിക്കാനും കാര്യങ്ങൾക്കൊക്കെ ലൈവിൽ വരാനും കൂടി സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ ഫ്ലൈറ്റ് മോഡ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ ഇത്തരത്തിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് മറ്റുള്ള കോൾ വരും എന്നുള്ള ഒരു പേടിയും വേണ്ട. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ലൈവ് എല്ലാം ഉപയോഗിച്ച് നമുക്ക് യൂട്യൂബ് വീഡിയോയിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഉപകാരമായി എന്ന് കരുതുന്നു. നല്ലൊരു വീഡിയോയുമായി ഞാൻ വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.